തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഇവർ ഒരു ചെറിയ ഹാൻഡ് ഇഞ്ചുറി ആയിട്ട് ഈ മരിച്ച ആള് പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവരൊക്കെ മറിച്ചു വെക്കുകയാണ്. കാരണം ഇവർക്കറിയാം പോലീസിനെ ഒരു തവണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൊത്തം ആക്ടിവിറ്റീസ് പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഫ്ലോ കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് കയറി വീടുകൾ സെർച്ച് ചെയ്യുക, ഇവർ വെഹിക്കിൾ ചെക്കിംഗ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഭൂരിഭാഗം ഡയറക്റ്റ് ലഹരിയായിട്ട് ബന്ധം ഉണ്ടെന്ന എവിഡൻസ് വേണം അങ്ങനെ പറയണമെങ്കിൽ. ഈ ഒരു കൊലപാതകം തന്നെ ലഹരിയാണ് ഇതിന്റെ ബേസിസ് എന്ന് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്നില്ലെങ്കിലും, പക്ഷെ ഇവർക്ക് ഉറപ്പായിട്ട് ഈ അഡിക്ഷൻ ഉണ്ട്. NDPS കേസ് ഉള്ളവരുണ്ട്, ഈ ലഹരി ഉപയോഗമുള്ളവരുണ്ട്. നമ്മളെ സസ്പീഷൻ ഇവർ ലഹരി കടത്തുകയും ഉണ്ടെന്നാണ് നമ്മളെ സസ്പീഷൻ. പക്ഷെ റിപ്പോർട്ടഡ് കേസസോ ഡിറ്റക്റ്റഡ് കേസസോ ഇല്ല. അപ്പോൾ ലഹരിയുടെ ബന്ധപ്പെട്ടാണ് ഇവരുടെ അടിപിടി എന്ന് നമുക്ക് പറയാനുള്ള എവിഡൻസ് നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കും. ക്രൈം മാപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഇപ്പോൾ വി നോ വിച്ച് ആർ ദ ഹോട്ട്സ്പോട്ട്സ്. ഈ ഹോട്ട്സ്പോട്ട്സ് മുഴുവൻ നമ്മൾ ഓൾറെഡി മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആക്ഷൻ നടക്കുന്നത്. ഈ 10 days മാത്രമല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷന് മുമ്പും നമ്മൾ ഈ കാര്യം നടത്തിയിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി മാസം ഒരു ആഗ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇറ്റ്സ് ലൈക്ക് വീട് തൂത്തുന്ന പോലെയാണ്. റെഗുലർലി വി ഹാവ് ടു സ്വീപ് ദ ഹൗസ്. ഓക്കെ, താങ്ക് യു. തലസ്ഥാന നഗരത്തിൽ ഗുണ്ട വിളയാട്ടം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നത്. ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ ഗുണ്ടകളുടെ വീടുകളിൽ, കേന്ദ്രങ്ങളിലൊക്കെ നടത്തുന്ന റെയ്ഡുകൾ, അറസ്റ്റിനെ തുടർന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.